ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. തിരുവിൽവാമലയിൽ അപകടങ്ങൾ പതിവാകുന്ന പ്രധാന കവലയിൽ സിഗ്നൽ സംവിധാനങ്ങളോ സുരക്ഷാ ബോർഡുകളോ സ്ഥാപിക്കാത്തതിനെതിരെ യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പഴയന്നൂർ തിരുവല്ലോമല സംസ്ഥാന പാതയിൽ നിന്നും കുത്താമ്പുള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിന് മുൻവശത്തെ മുക്കാലയാണ് നിലവിൽ കടുത്ത അപകട ഭീഷണി ഉയർത്തുന്നത്. ദിശാസൂചക ബോർഡുകളോ സിഗ്നൽ ലൈറ്റുകളോ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ഈ കവലയിലൂടെ യാത്ര ജീവന് ഭീഷണിയാകുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. തിരുവില്ലാമല തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഭാഗത്ത് കുത്താമ്പള്ളിയിലേക്ക് തിരിയുന്ന CITU ജംഗ്ഷനിൽ സിഗ്നലില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കുത്താമ്പള്ളി പാലം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഈ ഭാഗം വഴിയാണ് പോകുന്നത്. കാരണം നമ്മുടെ റെയിൽവേ ക്രോസ് ലക്കിടി വഴി പോവുകയാണെങ്കിൽ, പാമ്പാടി ലക്കിടി വഴി പോവുകയാണെങ്കിൽ റെയിൽവേ ക്രോസ് ഉള്ളത് കാരണം കൊണ്ട് ആംബുലൻസ് ഉള്ള സൗകര്യം പോലും കുത്താമ്പള്ളി ഈ ഭാഗത്തുകൂടെയാണ് പോകുന്നത്. അപ്പം നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ ഭാഗത്ത് ഒരു സിഗ്നൽ ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്ന്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യന് ഇതേ സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. കുത്താമ്പള്ളി മായന്നൂർ പാലം യാഥാർത്ഥ്യമായതോടെ ഈ പാതയിൽ വാഹനപ്പെരുപ്പം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രശസ്തമായ കുത്താമ്പള്ളി കൈത്തറി ഗ്രാമത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളും ഒറ്റപ്പാലത്തെ ആശുപത്രികളിലേക്ക് പോകുന്ന ആംബുലൻസുകളും നിരന്തരമായി കടന്നു പോകുന്നത് ഈ കവലയിലൂടെയാണ്. ഈ കുത്താമ്പള്ളിക്ക് പോണ വഴിയിൽ കുത്താമ്പള്ളിയിൽ നിന്ന് ഈ തിരിച്ചല് ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലുണ്ട്, സഫേറ ഹോസ്പിറ്റൽ. ഈ അവിടേക്ക് ആംബുലൻസ് വരും. ആംബുലൻസ് വന്നാലും ആ വഴിയോര കച്ചവടക്കാരുള്ള കാരണം പോകാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അതേമാതിരി ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആൾക്കാർക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞാൽ തിരിച്ചല് അവിടുന്ന് വണ്ടി വരും, ഇവിടുന്ന് നമ്മൾ പോകണം. ഈ സിഗ്നൽ സംവിധാനം ഇല്ല അവിടെ, ഒന്നാമത്തത്. ഇനിയൊന്ന് ആൾക്കാർ നടന്നു പോയാലും കച്ചവടക്കാർ വഴിയോരോ കച്ചവടക്കാർ റോഡിൽ തന്നെ കച്ചവടം ചെയ്യുകയാണ്. ആ സമയത്ത് വണ്ടികൾ റോഡിലെ നിർത്തണം. നടക്കാനും ബുദ്ധിമുട്ട്, വണ്ടികൾ പോകാനും ബുദ്ധിമുട്ട്, ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. അതാരും പുറത്ത് പറയുന്നില്ല. കുത്താമ്പുള്ളിയിൽ ഒരുപാട് തുണിക്കട വന്നു, ഇനി കൂടുള്ളൂ, കുറയില്ല. എന്താ പറഞ്ഞാൽ പുതിയ പാലം വന്ന കാരണം ഇനി വണ്ടികൾ അധികരിക്കുള്ളൂ. അപ്പൊ അതിനുള്ള സംവിധാനം എങ്ങനെയും. ഇതിനു പുറമെ കവലയിലുള്ള തട്ടുകടകൾ റോഡിലേക്ക് കയ്യേറി നിൽക്കുന്നതും സുഗമമായ കാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ തിരുവല്ലാമല സെന്ററിലെ കുത്താമ്പള്ളിക്ക് പോകുന്ന ഭാഗം ഭയങ്കര ട്രാഫിക്കിന്റെ ഒരു ഭയങ്കര പ്രശ്നമാണ്. അവിടെ 2-3 തട്ടുകടയുണ്ട്. ആ തട്ടുകട മുമ്പിൽ ഭക്ഷണം കഴിക്കാനും ഇതിനു മുമ്പ് വണ്ടി നിർത്തുന്ന അങ്ങനെ. പിന്നെ ആ ഭാഗത്ത് ആ മൂലയ്ക്ക് തന്നെയാണ് ഈ മീൻ വണ്ടി, പച്ചക്കറി വണ്ടിയൊക്കെ നിന്ന് അവിടെ നിർത്തിയാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്നലെ തന്നെ അവിടെ ഒരു ആക്സിഡന്റ് ആയി. ഞാൻ നേരെ അവരുടെ കൊണ്ടാഴി പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. ഞാൻ പഴയന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് ഞായറാഴ്ച പഴയന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മിക്ക ദിവസം അവിടെ ആക്സിഡന്റ് ആണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ജില്ലാ പഞ്ചായത്ത് അംഗം ആക്സിഡന്റ് പെട്ട് തൊട്ട് ആ കടയുടെ മറന്നു. അപ്പോൾ ആൾ ചികിത്സയിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ. സമീപത്തെ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും ഈ റോഡ് മുറിച്ചു കടക്കുക എന്നത് ഏറെ ദുസ്സഹമായി മാറിയിരിക്കുകയാണ്.
അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ സിഗ്നൽ സംവിധാനങ്ങളോ വേഗതാ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തണമെന്നാണ് പൊതുപ്രവർത്തകനായ കുമാരൻ, SM ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരായ N സന്തോഷ്, വിജയൻ പുത്തൻവീട്ടിൽ, A അബ്ദുള്ള തുടങ്ങിയവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ SM ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ്. ഞങ്ങൾക്ക് ഈ കുത്താമ്പള്ളി റോഡ് മൂലയിൽ എപ്പോഴും ആക്സിഡൻറ്റും ആംബുലൻസ് വഴിയും ഈ കുത്താമ്പള്ളി പാലം വന്നതിന് ശേഷം ഭയങ്കര വണ്ടികളായി, ഇഷ്ടംപോലെ വണ്ടികൾ അതുകൂടെ പോകുന്നതുകൊണ്ട് ആകെ ബ്ലോക്കും കാര്യങ്ങളാണ്. അവിടെ എപ്പോഴും ആക്സിഡൻ്റാണ്. പിന്നെ ആ തട്ടുകടകളിലും കച്ചവടം ചെയ്യുന്ന വണ്ടികൾ മൊത്തം അവിടെയാണ് പാർക്ക്. പിന്നെ പച്ചക്കറി വണ്ടികൾ, ഇതൊക്കെ വഴിയോര കച്ചവടക്കാരൊക്കെ അവിടെ കൊണ്ടുവന്ന് വണ്ടികൾ നിർത്തി ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് പോകാനും എപ്പോഴും ദിവസം ആക്സിഡൻ്റാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സിഗ്നൽ സംവിധാനം ചെയ്താലേ അവിടെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ദിവസം ആക്സിഡൻ്റാണ് ആ ഭാഗത്ത്. ന്യൂസ് ഡെസ്ക് CCV. നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്.